ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഡിബഗ്ഗിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൽ എന്തായാലും ഒരു മിസ്റ്റേക്കുകൾ വന്നുകൂടാം. കാരണം നമ്മൾ ഒരു മെഷീനല്ല, ഒരു മനുഷ്യനാണ് നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ പല എററുകളും വരാനും അത് നമുക്ക് പല സമയത്തും നമുക്കത് തിരുത്തേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന എററുകളൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ ലാംഗ്വേജിൽ പല മെത്തേഡുകളുമുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ബ്രൗസറിൽ ഒരിക്കലും റൺ ചെയ്ത് വരില്ല. അതായത് നമ്മളൊരു ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്കത് അതായത് നമ്മളെ സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ എറർ എന്താണെന്ന് നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരില്ല. പക്ഷെ നമ്മൾ ആ പ്രോഗ്രാം റൺ ചെയ്യിപ്പിച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്കതിന്ന് ലഭിക്കാതെ വരും. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ട് എന്ന്. ഓക്കെ, നമ്മളൊരു നല്ലൊരു പ്രോഗ്രാമർ ആണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന എററുകൾ കണ്ടെത്താനും അത് നമുക്ക് വേണ്ട സമയത്ത് സോൾവ് ചെയ്യാനും നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടും വരും. ഓക്കെ, ഇങ്ങനെ നമ്മളെ പ്രോഗ്രാമിൽ വരുന്ന എററുകൾ കണ്ടെത്താൻ ഗൂഗിൾ ക്രോമിലും അതേപോലെ തന്നെ മോസില്ല ഫയർഫോക്സിലും ഇൻബിൽഡ് ആയിട്ട് അതിന് ചില ഫംഗ്ഷനുകളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഒരു ഡിബഗിങ് എക്സാമ്പിൾ നമുക്ക് എങ്ങനെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ഒരു എറർ വന്നാൽ അതെങ്ങനെ കണ്ടെത്താമെന്നും അതെങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. രണ്ട് വിധത്തിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിലെ എറർ ഫൈൻഡ് ചെയ്തെടുക്കാം. ഒന്നാമത്തേത് console.log എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടും അതേപോലെ ഡിബഗർ എന്ന കീവേഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എറർ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് console.log എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എറർ എങ്ങനെയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു എറർ വന്നാൽ അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML വെച്ച് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി കൊടുത്തു. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിന് സ്ക്രിപ്റ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഇതിൽ x=10 എന്നും അതേപോലെ തന്നെ y=15 എന്നും രണ്ട് വാല്യൂ ഇവിടെ ചേർത്ത് കൊടുത്തു. z=x+y, z എന്ന് പറയുന്നത് എക്സും വൈയും കൂടി ചേർന്നാണ്. അപ്പോൾ x+y എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സെഡിൻ്റെ വാല്യൂ നമ്മളിവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ console.log വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെഡിൻ്റെ വാല്യൂ നമ്മളിവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് എറർ വരാൻ വേണ്ടി നമ്മളിവിടെ വന്ന് console.logൻ്റെ ഉള്ളിൽ നമുക്കൊരു എറർ എന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ console.log ഇട്ടതിന് ശേഷം നമുക്കിവിടെ എന്നും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബ്രൗസർ റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. കാരണം എന്നുള്ള വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അത് നമ്മളെ പ്രോഗ്രാമിൽ ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നുള്ളത് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാത്തതുകൊണ്ട് അതൊരു എറർ വേരിയബിൾ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ ലൈവ് സെർവർ വെച്ചിട്ട് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിതുപോലെ ഒരു പേജ് ആയിരിക്കും. നമ്മൾ console.log വെച്ചത് കൊണ്ട് നമുക്കിവിടെ ഡയറക്റ്റ് ആൻസർ കാണിച്ചു തരില്ല. അപ്പോൾ നമ്മൾ കീബോർഡിന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്പെക്ട് എന്ന ഭാഗത്തോ അതല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ F12 അമർത്തിയിട്ട് നമുക്ക് ഇൻസ്പെക്ട് എന്ന ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻസ്പെക്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പ്രോഗ്രാമിൽ രണ്ട് എററാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇതിൽ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഒരു എററിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള വേരിയബിൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ വാല്യൂ ആണ് നമുക്കിവിടെ എററായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇപ്പോൾ എന്നുള്ള വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് എറർ ആണെന്നുള്ള മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ പ്രോഗ്രാമിൽ console.log വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഡിബഗർ എന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഡിബഗർ എന്ന കീവേഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അത് സ്റ്റെപ്പായിട്ടായിരിക്കും നമുക്ക് വർക്ക് ചെയ്ത് വരിക. ആദ്യം ഒരു ലൈൻ പ്രിൻറ്റ് ചെയ്യും,
അതിൽ എറർ ഇല്ലെങ്കിൽ അടുത്ത ലൈന് ചെക്ക് ചെയ്യും, അതിൽ എറർ ഇല്ലെങ്കിൽ അടുത്ത ലൈന് ചെക്ക് ചെയ്യും, അതിൽ എറർ ഇല്ലെങ്കിൽ അടുത്ത ലൈൻ, അങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ചെക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് ഈ ഡിബഗർ എന്ന കീവേഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും അതിനനുസരിച്ച് നമുക്ക് എന്താണോ ആൻസർ അത് അതായത് നമ്മളെ പ്രോഗ്രാം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഡിബഗർ എന്ന കീവേഡ് എവിടെയാണോ ചേർത്ത് കൊടുക്കുന്നത് അവിടെ വെച്ച് പ്രോഗ്രാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു പ്രോഗ്രാമിൽ ഡിബഗർ എന്ന കീവേഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇതേ പ്രോഗ്രാമിൽ തന്നെയാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഈ വേരിയബിളിൻ്റെ ആൻസർ കണ്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഡിബഗർ എന്നൊരു കീവേഡ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതും നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈവ് സെർവർ വെച്ചിട്ടാണ് ഇത് റണ്ണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻസ്പെക്റ്റ് നമുക്കിവിടെ വന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ നമുക്കിവിടെ ആ വേരിയബിൾ ഏതാണോ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ എറർ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇതിൻ്റെ ആൻസർ എന്താണോ അതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താം. അടുത്തതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഹോയിസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് ഹോയിസ്റ്റിംഗ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് അതെങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിന് ശേഷമാണ് നമ്മളെ പ്രോഗ്രാമിൽ അതെന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ്റെ മുമ്പോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പോ തന്നെ നമ്മൾ ആ ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേരിയബിൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ ജാവാസ്ക്രിപ്റ്റ് ഹോയിസ്റ്റിംഗ് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് ഹോയിസ്റ്റിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ അല്ല എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്, അതിന് വാല്യൂ നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്നതിന് ശേഷം നമുക്ക് ആ എക്സ് ഏതാണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് എക്സ് എന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലൈവ് സെർവർ റണ്ണ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഏതാണോ നമ്മൾ ആ എക്സിന് വേരിയബിളിന് വാല്യൂ കൊടുത്തത് അത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ വാല്യൂവും അതേപോലെ തന്നെ അത് പ്രിൻറ്റ് ചെയ്യുന്നതും ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിനാണ് ജാവാസ്ക്രിപ്റ്റ് ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഫംഗ്ഷനിലും ഇതേപോലെ ജാവാസ്ക്രിപ്റ്റ് ഹോയിസ്റ്റിംഗ് ഉപയോഗിക്കാം. അപ്പോൾ ഫംഗ്ഷനിൽ എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്കൊരു എക്സാമ്പിളോട് കൂടി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ്റെ ഉള്ളിലേക്കുള്ള വാല്യൂസ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ്റെ പേര് സം എന്നാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ രണ്ട് പാരാമീറ്റർ വാല്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 10 അതേപോലെ തന്നെ 20. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സം എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് എയും ബിയും ഇതേപോലെ തന്നെ പാരാമീറ്റർ വാല്യൂ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് റിട്ടേൺ എന്ന കീവേഡ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ആൻസർ എന്ന് പറയുന്നത് എയും ബിയും കൂടി ചേർന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. നേരത്തെ ചെയ്ത പ്രോഗ്രാം തന്നെ ഉണ്ട്. ഇവിടെ വന്ന് റണ്ണ് ചെയ്യിക്കുമ്പോൾ അത് രണ്ടും കൂടി കൂടിയ ആൻസറാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ടോപ്പിക്കാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും